ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഉത്സവം ദേവന് വേണ്ടിയാണ്, ഭക്തരുടെ എണ്ണം കൂട്ടാനല്ല എന്നും ഹർജിക്കാർ വാദിച്ചു. ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ആ രീതിയിലാണ് ദേവസ്വത്തിൻ്റെ നിലപാടെന്ന് ഹർജിക്കാർ മറുപടി നൽകി. രേഷ്മ ബാബു തന്നെ ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ഈ ഗുരുവായൂരിലെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട്, അതായത് ഏകാദശിക്ക് നടത്തേണ്ട ഉദയാസ്തമന പൂജ നവംബർ 12-ന് നടത്തിയ സംഭവത്തിൽ തന്ത്രി കുടുംബാംഗങ്ങൾ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജി ഇന്ന് വീണ്ടും വന്ന സമയത്താണ് ഉത്സവം ദേവന് വേണ്ടിയാണെന്നുള്ള ഒരു വാദഗതി ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഭക്തരുടെ എണ്ണം കൂട്ടാനല്ല ഉത്സവം, അത് ദേവന് വേണ്ടിയിട്ടുള്ള സമർപ്പിതമായിട്ട് നടത്തുന്നതാണ്. അക്കാര്യത്തിൽ പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ അത് അംഗീകരിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് വാദം എന്നുള്ള രീതിയിൽ ഹർജിക്കാരായിട്ടുള്ള തന്ത്രി കുടുംബാംഗങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഉദയാസ്തമന പൂജ വഴിപാടാണോ എന്ന് കോടതി ഇതിനിടയിൽ ചോദിക്കുകയും ചെയ്തു. ദേവസ്വം അത്തരമൊരു നിലപാട് എടുക്കുന്നുണ്ടെന്ന് നേരത്തെയുള്ള സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ പറയുകയും ചെയ്തു. പക്ഷേ ഹർജി നാളെ പരിഗണിക്കാനുള്ള ഒരു സാവകാശമാണ് ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ തേടിയത്. ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അംഗീകരിക്കുകയും നാളത്തേക്ക് പ്രസ്തുത ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച ഈ തന്ത്രി അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയും സത്യവാങ്മൂലങ്ങൾ ഫയൽ ചെയ്തിരുന്നു. അതിലടക്കം പറഞ്ഞിട്ടുള്ളത് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത് ആചാരമല്ല, മറിച്ച് വെറും വഴിപാട് മാത്രമാണ്. ഈ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയത് ഭക്തരുടെ ദർശനം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു നിലപാടാണ് തന്ത്രിയും അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്തത്. തന്ത്രിയുടെ അഭിപ്രായം തേടിയിരുന്നു ഇക്കാര്യത്തിലെന്നും ദേവഹിതവും അനുകൂലമായിരുന്നുവെന്നാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ നിലപാട്. എന്തായാലും ഗുരുവായൂർ ദേവസ്വം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാളത്തേക്ക് ഹർജി പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മാറ്റിയത്. വിനോദ്, ഗുരുവായൂരിലെ ഏകാദശിയിലുള്ള ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.